الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച തമ്പുരാന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ കഠിനമായ പ്രയത്നത്തിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗം നേടുന്ന വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം ആരെയും കാത്തു നിൽക്കാതെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങളായി കാലത്തിന്റെ കറക്കം, അതിന്റെ സഞ്ചാരം ആരംഭിച്ചു. അതിനിടയ്ക്ക് തലമുറകളും ആളുകളും ഇവിടെ കഴിഞ്ഞു പോവുകയും അവരെല്ലാവരും തന്നെ യവനിക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്യും. ഒരു അറബി കവി സൂചിപ്പിക്കുകയുണ്ടായി, അലം തറ അന്നൽ യൗമ അസ്റാഉ ദാഹിബ വ അന്ന ബദൻ ലിന്നാളിന ഖരീബു. നീ കാണുന്നില്ലയോ ഓരോ ദിവസവും ധൃതിയിൽ വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത്. അതുപോലെ തന്നെ നാളെ എന്നത് നമ്മിലേക്ക് വളരെ പെട്ടെന്ന് അടുത്തു വരുന്നതും നീ കാണുന്നില്ലേ? വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനങ്ങളിലും ഖിയാമത്തിന്റെ ലക്ഷണമായി കൊണ്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവസങ്ങൾ ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെ, മാസങ്ങൾ ആഴ്ചകളെപ്പോലെ, വർഷങ്ങൾ മാസങ്ങളെപ്പോലെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട് എന്ന ഒരു അവസ്ഥയുണ്ടാവുക, അത് ഖിയാമത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഈ യാത്രയിൽ അതാതു കാലഘട്ടങ്ങളിൽ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്
അവരുടെ ജീവിത കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന പലതും തിരിച്ചു പിടിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യമാണ് ഒരാൾക്ക് നഷ്ടമാകുന്നത് എങ്കിൽ അത് ഒരുപക്ഷെ വളരെ നല്ല ചികിത്സയിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. സമ്പത്താണ് ഒരാൾക്ക് നഷ്ടമാകുന്നത് എങ്കിലും അത് പിന്നീട് വളരെ ആലോചനയോടുകൂടി ശ്രദ്ധയോടുകൂടി കർമ്മനിരതരായാൽ അതും വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. നഷ്ടപ്പെടുന്ന സ്ഥാനമാനങ്ങളായിരുന്നാലും പിന്നീട് ഒരിക്കൽ അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ വീണ്ടെടുക്കാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത്. അത് നമ്മുടെ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഈ കാലത്തെയും കാലത്തിന്റെ ചിറകിലേറി സഞ്ചരിക്കുന്ന നമ്മെയും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദുനിയാ സലാസതു അയ്യാം, ഈ ദുനിയാവ് എന്ന് പറയുന്നത് 3 ദിവസങ്ങളെ പോലെയാണ്. 3 ദിവസങ്ങളെ പോലെയാണ് ദുനിയാവ് എന്നത്. ഒന്ന് അമ്മൽ അംസി, ഇന്നലകളാണ്. അത് അതിലെന്താണോ ഉള്ളത് അതുമായി കഴിഞ്ഞു പോയി. ഇനി വരാനുള്ളത് നാളെയാണ്. അതൊരു പക്ഷേ നിനക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ആ നാളെ എന്ന ദിവസത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം നിനക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് എന്നത് അതാണ് നിനക്കുള്ളത്. ആ ദിവസത്തിൽ ഇന്നുള്ള അഥവാ വർത്തമാന സമയത്ത് നീയുള്ള ആ ദിവസത്തിൽ നീ കർമ്മനിരതനാവുക. ഇന്നലകൾ കഴിഞ്ഞുപോയി, അതിൽ നാം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നാളെ എന്നത് പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇന്നാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഇന്നിന് പ്രാധാന്യം നൽകുക, അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാത്മാക്കളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ അടുക്കലുള്ള ദീനാറുകളെക്കാളും ദിർഹമുകളെക്കാളും സമയത്തിന് വില കൽപ്പിക്കുന്ന ആളുകളെ എന്റെ ജീവിതയാത്രയിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അവർക്ക് ദീനാറുകൾക്കും ദിർഹമുകൾക്കുമല്ല, അഥവാ സമ്പത്തുക്കൾ കുന്നുകൂട്ടുന്നതിലല്ല അവരുടെ താല്പര്യമുണ്ടായിരുന്നത്, നിമിഷങ്ങളിലായിരുന്നു, സമയങ്ങളിലായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആലോചന എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇർതഹലത് അദ്ദുനിയ മുദ്ബിറ വർതഹലത് അൽആഖിറ മുഖ്ബില. നമ്മിൽ നിന്ന് ദുനിയാവ് എന്നത് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വർതഹലത് അൽആഖിറ മുഖ്ബില, ആഖിറമാകട്ടെ നമ്മിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഇവ രണ്ടിനും സന്താനങ്ങളുണ്ട്. അഥവാ കഴിഞ്ഞു പോകുന്ന നമ്മോട് അടുത്തുകൊണ്ടിരിക്കുന്ന ആഖിറത്തിന്റെ സന്താനങ്ങളായും നമ്മിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ദുനിയാവിന്റെ സന്താനങ്ങളായും ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാവുക. ദുനിയാവിന്റെ സന്തതികളാകാതെ, ദുനിയാവിന് വേണ്ടി മാത്രം മടയിരിക്കാതെ, അതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ നിങ്ങൾ ആവേണ്ടത് ആഖിറത്തിന്റെ സന്തതികളാവുകയാണ് വേണ്ടത്. നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളാകരുത്. ഇന്ന് പ്രവർത്തനങ്ങൾ മാത്രമാണുള്ളത്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. വഹദൻ, നാളെയാകട്ടെ ഹിസാബുൻ വലാ അമൽ, അന്ന് ഹിസാബ് മാത്രമാണുള്ളത്. അവിടെ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പോരായ്മയുള്ളത് നികത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് മരണാനന്തരം ഉണ്ടാകുന്ന ആ ജീവിത കാലഘട്ടത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് നിമിഷങ്ങളെ, സമയങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനുള്ള
അവസരങ്ങളായി പ്രയോജനപ്പെടുത്തണം എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഓഫീസുകളിലേക്ക്, നമ്മുടെ ചുമരുകളിലേക്ക് പുതിയ ഒരു കലണ്ടർ കൂടി കടന്നു വരികയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു പുതുവർഷത്തിലേക്ക്, പുതിയ വർഷഗണനയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ലോകം മുഴുക്കെ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള ആവേശത്തിലാണ്. എന്തിനേയും ഏതിനേയും ആഘോഷിക്കണം എന്ന ഒരു ചിന്തയിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമായി മനുഷ്യകുലം മതപ്പതിച്ചു പോവുകയാണ്. സന്തോഷത്തിന്റെ അവസരങ്ങൾ ഉണ്ടായാൽ അവർക്ക് എന്തു വേണം? ആഘോഷിക്കണം. സന്താപത്തിന്റെ അവസരം ഉണ്ടായാൽ നീ എന്താ മദ്യപിച്ചത്, എന്താ അവൻ കുടിച്ച് ലക്കില്ലാതെ നടക്കുന്നത്, അവന് താങ്ങാൻ കഴിയാത്ത ഒരു വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി, അതുകൊണ്ടാ അവൻ കുടിച്ചത്. എന്താ ഇന്നവൻ കുടിച്ചത് എന്ന് ചോദിച്ചാൽ അവന് എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ അവസരമുണ്ടായി, അതുകൊണ്ടാ കുടിച്ചത്. അങ്ങനെ ഏതിനും ആഘോഷത്തിന്റെയും അതുപോലെയുള്ള കാര്യത്തിന്റെയും ഒരു മാനം കണ്ടെത്തുന്ന അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പുതിയ വർഷം എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ടുന്ന ഒരു കാര്യമാണോ? ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഫൗണ്ടൻ ഷോ, ആനിമേഷൻ ഷോ, കാർണിവൽ, ലൈറ്റ് ഷോ, ലേസർ ഷോ, കരിമരുന്ന് പ്രയോഗങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. കരയും കടലും ആകാശങ്ങളുമെല്ലാം വർണ്ണങ്ങളിൽ ഒഴുകുന്ന തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ലോകത്തുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി വസ്തുക്കളെ കൊണ്ട് ആ അർദ്ധരാത്രിയെ മാറ്റിക്കൂട്ടുന്ന രംഗങ്ങളാണ് ലോകത്തുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആടിത്തിമർത്തുകയും അതുപോലെ തന്നെ അടിച്ചു പൊളിക്കുകയും ചെയ്യുന്ന ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത്. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തെ ആസ്വദിക്കുവാനുള്ള അവസരങ്ങളായും പലരും ഈ ന്യൂ ഇയറിനെ ആഘോഷങ്ങളെ വരവേറ്റുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിലേക്കും നീങ്ങുകയാണ്. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ആഘോഷങ്ങളാൽ സമൃദ്ധമാക്കേണ്ടുന്ന ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ ന്യൂ ഇയർ എന്ന് പറയുന്നത്? അല്ല, യഥാർത്ഥത്തിൽ അതൊരു പുതുവർഷമല്ല, പുതിയ വർഷ ഗണനയാണ്. പുതുവർഷമല്ല, പുതിയ വർഷഗണന. അതായത് മുമ്പ് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന കലണ്ടർ ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടറായിരുന്നു. ആ കലണ്ടർ പ്രകാരം മാർച്ച് 31 ഒരു വർഷത്തിന്റെ ആരംഭം കുറിച്ചിരുന്നത്. അഥവാ ജൂലിയൻ കലണ്ടർ പ്രകാരം മാർച്ച് 31 വർഷാരംഭം കുറിച്ചിരുന്നത് അതൊരു പാതിരി അച്ഛൻ നിർമ്മിച്ചിട്ടുള്ള മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന ഒരു പാതിരി അച്ഛൻ നിർമ്മിച്ചിട്ടുള്ള ജനുവരി 1 ആയി നിശ്ചയിച്ചിട്ടുള്ള ആ കലണ്ടറിലേക്ക് മാറി. ഇത്ര മാത്രമാണ് അതിന്റെ പ്രത്യേകത. ജനുവരി 1 പ്രത്യേകത നമ്മളൊരു വർഷത്തിന്റെ ആരംഭമായി ആ ജനുവരി ആയി ആക്കി. അതുവരെ ഏതായിരുന്നു? മാർച്ച് 31 ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന കലണ്ടർ പ്രകാരം. ഇത് ഗ്രിഗോറിയൻ കലണ്ടർ എന്നത് പ്രകാരം അത് ജനുവരി 1 മാറ്റി എന്നതല്ലാതെ അതിന് വേറെ യാതൊരു പ്രത്യേകതയുമില്ല. അത് മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സമൂഹം പല നിലക്കുള്ള വർഷങ്ങളാണ് അവർ തുടക്കമായി കുറിക്കുന്നത്. ഉദാഹരണമായിക്കൊണ്ട് ഭാരതത്തിന്റെ വർഷമായി ഔദ്യോഗികമായിട്ടുള്ള വർഷം എന്നത് ശകവർഷം എന്ന് പറയുന്ന വർഷമാണ്. ഭാരതത്തിന്റെ വർഷമായി കണക്ക് കൂട്ടുന്നത് ശകവർഷമാണ്. മലയാളികൾ അഥവാ കർഷകരായിട്ടുള്ള മലയാളികൾ അവർ വർഷാരംഭമായി കണക്കാക്കുന്നത് ചിങ്ങമാണ്, ചിങ്ങം പുലരിയാണ്. ചിങ്ങം എന്ന് പറഞ്ഞുകൊണ്ട് ആ മാസങ്ങളിലൂടെയാണ് അവർ ആ വർഷത്തെ കണക്കാക്കുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ അവർ വർഷാരംഭം കണക്കാക്കുന്നത് ഹിജ്റ വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അവരുടെ പല ആരാധനകളും ആ രൂപത്തിലാണ് രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. അധ്യാപകന്മാരും വിദ്യാർത്ഥികളുമായ ആളുകൾ വർഷാരംഭമായി കണക്കാക്കുന്നത് ജൂൺ 1. അധ്യയന വർഷത്തിന്റെ തുടക്കമായിക്കൊണ്ട് ജൂൺ 1 അവർ വർഷാരംഭമായി കണക്ക് കൂട്ടുന്നത്. സാമ്പത്തിക വിദഗ്ധരും ബാങ്കുകാരുമെല്ലാം വർഷാരംഭമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ
വിവിധ ദിവസങ്ങളെയാണ് അവർ ആചരിക്കുന്ന തരത്തിലുള്ള വർഷാരംഭമായി കണക്കാക്കുന്നത്. അത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായ ആളുകളുണ്ട്, സാമ്പത്തിക മേഖലയുണ്ട്, മറ്റോരോ മേഖലകളുമുണ്ട്. അപ്പോ ആ തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോ ഇതിനെ ഒരു ആഘോഷമായി കണക്കാക്കുകയും അത്തരത്തിൽ ആഘോഷിക്കുകയും ചെയ്യേണ്ടതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന നിലക്ക് നമുക്ക് ഒരു ആലോചന നല്ലതാണ്. കാരണം ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ ഒരു ഇവാലുവേഷൻ ആവശ്യമാണ്, അതിനെ ഒന്ന് വിലയിരുത്തൽ ആവശ്യമാണ്. ഒരു കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടം ഒരു 6 മാസം, ഒരു വർഷം കഴിയുമ്പോ നമ്മളൊന്ന് കണക്ക് കൂട്ടും. എങ്ങനെയാണ് കച്ചവടത്തിന്റെ നില, അത് മെച്ചപ്പെട്ടിട്ടുണ്ടോ, ലാഭമുണ്ടോ, നഷ്ടമുണ്ടോ, എന്താണെന്നൊരു വിലയിരുത്തൽ നടത്താറുണ്ട്. അതുപോലെ ജീവിതത്തെ വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമായിക്കൊണ്ട് നമുക്ക് അതിനെ വിനിയോഗിക്കാവുന്നതാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുവാസനു. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്തു നോക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കിക്കണക്കാക്കി നോക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പുനർവിചിന്തനം നടത്താൻ, പുനരാലോചനയ്ക്ക് വിധേയമാക്കാൻ ഈ ഒരു പുതിയ വർഷത്തെ നമുക്ക് വിനിയോഗിക്കാവുന്നതാണ്. നാം ആലോചിക്കുക, ഞാനിതാ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തിന്റെ ആ മാസങ്ങളിൽ എന്റെ ജീവിതം എങ്ങനെയായിരുന്നുവോ അങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ട് നാം ആലോചിച്ചു നോക്കുക. എന്നിട്ട് ഒരു പുതിയ മനുഷ്യനായി, പുതിയ ഒരു വിശ്വാസിയുടെ പ്രചോദനത്തോടുകൂടി, ആവേശത്തോടുകൂടി പുതിയ വർഷത്തെ ആദ്യ ദിനം തൊട്ടുകൊണ്ട് നമുക്ക് വരവേൽക്കാം. ഈ ആലോചനക്കാകട്ടെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും പുതുവർഷത്തിന്റെ ആഘോഷമായിക്കൊണ്ട് അവർ കാണുന്നത് എന്ന് ആവശ്യപ്പെടുകയാണ്. അതിലൊന്നാമതായിക്കൊണ്ട് നാം ആലോചിക്കുക, കഴിഞ്ഞ ദിനങ്ങളിൽ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോ പ്രഭാതത്തിലെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരുന്നോ ഞാൻ എഴുന്നേറ്റിരുന്നത്? ആലോചിക്കുക. ആ ആലോചനയിൽ ഇല്ല. നീ പലപ്പോഴും ചിലപ്പോഴൊക്കെ നീ ചൊല്ലിയിട്ടുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥന ചിലപ്പോഴൊക്കെ നീ ചൊല്ലിയിട്ടുണ്ട്. സാധാരണയായി നിത്യേന നിന്റെ ഒരു ശീലമാക്കി മാറ്റിയിട്ടില്ല. അപ്പൊ ഞാനിതാ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ ഇന്നിവിടെ തീരുമാനമെടുക്കുന്നു, ഇനി ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഞാൻ എന്റെ ബാക്കി കാര്യങ്ങൾ നിർവഹിക്കൂ. അതുപോലെ നാം വീണ്ടും ആലോചിക്കുന്നു, ഞാനൊരു വിശ്വാസി എന്ന നിലക്ക് ജമാഅത്തുകളിൽ ഞാൻ കൃത്യമായി പങ്കെടുക്കേണ്ടതായിരുന്നു, നമസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ടതായിരുന്നു, അതൊരു നിലക്കും നഷ്ടപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ജമാഅത്തുകളിൽ ഞാൻ കൃത്യമായി പങ്കെടുക്കേണ്ടവനായിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ എനിക്ക് വല്ല അശ്രദ്ധയും സംഭവിച്ചു പോയിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എങ്കിൽ തിരുത്തേണ്ടതില്ല. നാം സാധാരണ പോലെ ചെയ്യുന്നത് പോലെ ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കാളികളായി പോവുക. എന്നാൽ അല്ല, നിനക്കതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. നീ പലപ്പോഴും പള്ളിയുടെ അടുത്തായിരുന്നാൽ പോലും, നിനക്ക് നമസ്കരിക്കാൻ എത്തുന്ന സമയമായിരുന്നാൽ പോലും, വീടുകളിൽ നീ വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നാൽ പോലും ജമാഅത്തുകളിൽ നീ എത്തിയിട്ടില്ല. വളരെ വലിയ അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമായിരുന്നു നീ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എങ്കിൽ ഇല്ല, ഞാനിതാ ഇനിയൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയില്ല. ഒരു ജമാഅത്തും എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി നഷ്ടപ്പെടുത്തുകയില്ല എന്ന തീരുമാനമെടുക്കാൻ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമാറാകണം. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് ഖുർആൻ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നത് ഖുർആനാണ്. എങ്ങോട്ട് പോകണം, എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് ആലോചിക്കണം, എന്ത് നടപ്പിലാക്കണം എല്ലാം ഖുർആനിലാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്ന ആ ഖുർആൻ ദിനം പ്രതി ഒരു പേജെങ്കിലും ഓതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുവോ? ഒരു പേജ് ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഓതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുവോ? ഉത്തരം വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് പറയും. പോരായ്മയുള്ള ഉത്തരമാണ് പറയുന്നത് എങ്കിൽ നാം തിരുത്തുക. അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ
ഇനി ദിനം പ്രതി എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഒരു പേജെങ്കിലും ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഒരു ദിവസം പടച്ചവൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മറ്റു പല നിലക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നാട്ടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അയൽക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ദിനം പ്രതി ഓരോ ദിവസവും ഓരോ പാവപ്പെട്ടവനെ ഒരു 10 രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്തുകൊണ്ട് അങ്ങനെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ദിനം പ്രതി നമ്മുടെ വീട്ടിലേക്ക് 500, 1000, 2000 ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ നാം തീരുമാനിക്കുക, അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 രൂപയെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന്. അതുപോലെ തന്നെ കുടുംബമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിന്റെ മുമ്പിൽ ആ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. അവിടെ ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന സമയത്ത് എന്റെ കുടുംബം എനിക്ക് എതിരായിട്ട് ഉത്തരം പറയുമോ? എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ കുടുംബങ്ങൾ, എന്റെ രക്തബന്ധുക്കൾ, ബാക്കിയുള്ള ആളുകൾ എനിക്ക് എതിരായിക്കൊണ്ട് അവിടെ സാക്ഷി പറയുമോ? ഭാര്യ പറയുമോ എന്നോട് നിർവഹിക്കേണ്ട ബാധ്യത ഭർത്താവ് നിർവഹിച്ചിട്ടില്ല? ഭർത്താവ് പറയുമോ എനിക്ക് ചെയ്തു തരേണ്ട സേവനങ്ങൾ എന്റെ ഭാര്യ എനിക്ക് ചെയ്തു തന്നിട്ടില്ല? മക്കൾ പറയുമോ മാതാപിതാക്കൾ ഞങ്ങളോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ല എന്ന്? ആ രൂപത്തിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ രക്തബന്ധത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അർച്ച് പോലും കിലുങ്ങിപ്പോകുന്ന തരത്തിലുള്ള അത്തരത്തിൽ ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ് രക്തബന്ധത്തിലുള്ള ആളുകൾ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അതുപോലെയുള്ള ആളുകൾ അകലുക എന്നത് എന്ന് പഠിപ്പിച്ചുള്ള ആ മേഖലയിൽ എന്തെങ്കിലും പോരായ്മ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആലോചിക്കുക, തിരുത്തുക. വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവൻ നമ്മെ കൈവടിഞ്ഞിട്ടില്ല, അവൻ നമ്മെ അകറ്റിയിട്ടില്ല, അവൻ നമ്മെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇരുകരങ്ങളും നീട്ടി അവൻ നമ്മെ സ്വീകരിക്കും. നാം തീരുമാനമെടുക്കുക, റബ്ബേ ഞാൻ എന്റെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളോട് തെറ്റിയും അകന്നും നിൽക്കുന്നുണ്ട് എങ്കിൽ ഇല്ല, ഈ ഒരു അടുത്ത വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന ആ ദിനം മുതൽ അല്ല, ഈ സംസാരം കേൾക്കുന്ന ഈ സമയം മുതൽ തന്നെയല്ല, ഞാനിതാ തിരുത്തിയിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലകൾ, അതുപോലെ കുടുംബരംഗത്ത് വേണ്ട രൂപത്തിലുള്ള എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നാം തയ്യാറാവുക. എപ്പോഴും പടച്ചവൻ എന്റെ കൂടെയുണ്ടെന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. ആ വിശ്വാസം എന്റെ മനസ്സിൽ രൂഢമാലമാലായിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. പടച്ചവൻ എന്നോടൊപ്പമുണ്ട്, പടച്ചവൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും ആ പടച്ചവൻ കാണുന്നുണ്ട് എന്ന ബോധം തെറ്റുകളിൽ നിന്ന് നമ്മെ അകറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പടച്ചവനെ എന്റെ മനസ്സിൽ സൂക്ഷിക്കുവാൻ, എന്റെ മനസ്സിൽ ആ ചിന്ത നിലനിർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഫർദ് നമസ്കാരങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ വല്ല നിലക്കുമുള്ള പോരായ്മകൾ സംഭവിച്ചാൽ അത് നികത്തിത്തരുന്നത് നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, സുന്നത്തായ മറ്റ് കാര്യങ്ങളിലൂടെയാണ്. അപ്പൊ ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള സുന്നത്തുകളും അതുപോലെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മറ്റ് സുന്നത്തുകളും, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ വലത് കാൽ വെക്കുക, പ്രാർത്ഥന ചൊല്ലുക, പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇടത്തെ കാൽ വെക്കുക, പ്രാർത്ഥന ചൊല്ലുക, ഉളു എടുക്കുമ്പോ അതിന്റെ മുമ്പേ ശേഷമൊക്കെ ചെല്ലേണ്ടത് ചെല്ലുക, വലതിനെ മുന്തിക്കുക, അതുപോലെയുള്ള ഒരുപാട് സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സുന്നത്തുകൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുവാനും എന്റെ ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കുകയും തിരുത്തുകയും ചെയ്യുക. കളവും വഞ്ചനയും കാപട്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുപോലെ വേണ്ടാത്ത ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് നാം ആലോചിക്കുക. വേണ്ട രൂപത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നാം സമൂഹത്തിനോട് പറയുന്ന, മറ്റുള്ളവരോട് പറയാൻ പല നല്ല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാൻ എളുപ്പമാണ്, ഉപദേശിക്കാൻ എളുപ്പമാണ്, ആളുകളോട് സംസാരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ തന്നിലുണ്ടോ?
പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നാം ആലോചിക്കുക. പലപ്പോഴും ഉപദേശകന്മാർ, ആ ഉപദേശകന്മാരിൽ ഈ പറയുന്ന ഗുണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ വയറ്റിൽ നിന്ന് മഹ്ശറാലോകത്ത് വെച്ചുകൊണ്ട് കുടലുകൾ പുറപ്പിച്ചാടി അവരെങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചത്, എന്താ ജിബ്രീലെ ഇവർ ചെയ്ത തെറ്റ്? അവർ പറഞ്ഞിരുന്നു, പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതാണ് അവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന്, നാം അത്തരത്തിലുള്ള ആലോചനക്ക് വിഷയമായി തീരുവാനും ഈ തുടർന്നുള്ള ആ ദിവസങ്ങളിൽ ഞാനിതാ ഒരു പുതിയ വിശ്വാസിയായി, ഊർജസ്വലനായ, പടച്ചവൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസിയുടെ സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു എന്ന തീരുമാനത്തോടു കൂടി പടച്ചവനെ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണമേ, എനിക്ക് നീ അതിന് തൗഫീഖ് നൽകണമേ എന്ന് എല്ലാ നേരവും എന്നോണം പടച്ചവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതുവർഷത്തെ, പുതിയ ദിനങ്ങളെ വരവേൽക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആരോഗ്യപരമായി അവന്റെ മഹ്ശറാലോകത്തെ ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് അത് പ്രാവർത്തികമാക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസിക്കും ബിഇബാദില്ലാഹി വ നഫ്സി താനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, എത്തുതറം എന്ന് സബ്ബുകൾ അടുക്കിയിരുന്നു, പുറകിലെ ആളുകൾ, ആളുകൾക്ക് അവരുടെ ഹിസാബ് അടുത്തെത്തിയിരിക്കും. പക്ഷേ ആളുകൾ ഇപ്പോഴും പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല, ആയത്തിൽ വ്യക്തമാണ്. ജനങ്ങൾക്ക് ഹിസാബ് അടുത്താണ്. പറഞ്ഞു തരാത്ത വിധത്തിൽ നമ്മൾ എപ്പോഴും പോകാമെന്ന അവസ്ഥയിലാണ്. എന്നാൽ ആളുകൾ അത് വിസ്മരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കുക. അതുപോലെ ഞാൻ ഓതിവെച്ച സൂറത്തുൽ ഹദീദിലെ ആയത്ത്, അലം യഅനി ലല്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ അവരുടെ മനസ്സുകൾ അല്ലാഹുവിന് വിനയപ്പെട്ടതാകുവാൻ, വമാ നസല മിനൽ ഹഖ്, അവന് അവതീർണമായിട്ടുള്ള ആ സത്യത്തിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാനും സമയമായില്ലേ? ലോകത്ത് എന്തെല്ലാം കാഴ്ചകളും അനുഭവങ്ങളും ചരിത്രങ്ങളും അവർ പഠിക്കുന്നു. എന്നിട്ടും ഞാൻ പടച്ചോന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് മനസ്സിലാക്കാൻ അവന് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുൻഗാമികളായ പല സമൂഹങ്ങളെ പോലെ ആകാതിരിക്കാൻ സമയമായില്ലേ? ഫഖാല അലൈഹിമുൽ അമദു, അവർക്ക് ഒരുപാട് കാലം ദീർഘിച്ചു കിട്ടി, വയസ്സൊരുപാട് കിട്ടി. നൂഹ് നബിയുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ 900 വർഷം, അതിനു മുമ്പുള്ള ആളുകൾ അതിനേക്കാൾ അധികം. അങ്ങനെയും അവർക്ക് ആയുസ് നീട്ടിക്കിട്ടിയിട്ടും നന്മ ചെയ്യാൻ അവർക്ക് പലർക്കും സാധിച്ചില്ല. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരിൽ അധികം ആളുകളും തമ്മാടികളായി. ഇങ്ങനെയാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മുൻകാല സമുദായങ്ങളെ പോലെ ധിക്കാരികളായ ഒരു സമൂഹമായി മാറാതെ നിങ്ങളിലേക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് ഖുർആൻ പറയുന്നു. ആ ജീവിതത്തിന്റെ തുടക്കമാകട്ടെ നമ്മുടെ വരും ദിനങ്ങൾ, വരും വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലൂടെയാകട്ടെ എന്ന് നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, നമ്മുടെ ഇവിടെ തഹ്ഫീദുൽ ഖുർആനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അസദുള്ള എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ് ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയിരുന്നു, വളരെ പെട്ടെന്ന്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അനുജൻ ഒരു ചെറിയ വയറുവേദന വന്നു, വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആ കുട്ടിക്ക് നാട്ടിലേക്ക് പോകാൻ, അസദുള്ള എന്ന് പറഞ്ഞ കുട്ടിക്ക് നാട്ടിലേക്ക് പോകാൻ വരെ സാധിച്ചിട്ടില്ല. അപ്പൊ പിതാവും അനുജ സഹോദരനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടു പോയിട്ടുള്ള കുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തക്ലീഫിന്റെ പ്രായത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത ആ പ്രായത്തിലുള്ള കുട്ടിയാണ്.
പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരം ആ കുട്ടിക്ക് സ്വർഗം ലഭിക്കേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും അള്ളാഹു ആ കുട്ടിയിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ എല്ലാം നികത്തി അവന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയുമല്ല ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ ലുലുഹം മൻസൂറ വിതറിയ കുട്ടികൾ മുത്തുമണികളെ പോലെ ആ സ്വർഗത്തിലൂടെ പാറിപ്പറക്കുന്ന കുട്ടികളായി ഇത്തരത്തിലുള്ള കുട്ടികൾ അവിടെ എത്തിപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു ആ സഹോദരനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി അവശേഷിക്കുന്ന ഈ കുട്ടികളിലൂടെ പിതാവില്ല, അതുപോലെ ഈ കുട്ടിയാണുള്ളത്, അവശേഷിക്കുന്ന ആളുകളിലൂടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം, അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ മറ്റ് കാര്യങ്ങളും എല്ലാം നിർവഹിക്കുവാനും നിറവേറ്റുവാനുമുള്ള ഒരു തൗഫീഖും ഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ വീടില്ലാത്ത ആളുകൾക്ക് നൽകുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള വീടിന്റെ പണികൾ ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം പണികൾ മാത്രം അവശേഷിക്കുന്നുണ്ട്. കുറച്ച് ജനലുകൾക്ക് പൊളികൾ വെക്കുവാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഡോറുകൾ വെക്കുവാനുമുള്ള പണികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ മഹല്ലിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ ഭാഗവാക്കുകളാകാത്ത ആളുകൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിന് ഭാഗവാക്കുകളാകാൻ പറ്റിയ ഒരു അവസരമായി ഇതിനെ പ്രയോജനപ്പെടുത്തുക. അതിന് ജനലിന്റെ ഒരു പൊളി വെക്കുവാൻ വേണ്ടി 1000 രൂപയാണ് വേണ്ടത്. അത് 5 പൊളി വെക്കേണ്ട ആളുകൾക്ക് 5000 രൂപ കൊടുത്ത് എന്റെയും ഒരു ഭാഗം അതിലുണ്ട്, അവിടെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു കൂടുമ്പോ എന്റെയും വിയർപ്പിന്റെ ഗന്ധം അതിലുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വമേധയാ ആഗ്രഹിക്കുന്ന ആളുകൾ, ബന്ധപ്പെട്ട ആളുകളിൽ അതിന് ആവശ്യമായിട്ടുള്ള തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സംഖ്യകൾ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും നൽകിക്കൊണ്ട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ബാത്റൂമിന്റെയും ഹൗസിന്റെയും ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാരിച്ച സംഖ്യ ഇനിയും ആവശ്യമായിട്ടുണ്ട്. എല്ലാവരും ഒരു തുടക്കം, ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ എന്റെ ഒരു വർഷത്തിന്റെ തുടക്കം പടച്ചവൻ നൽകിയതിൽ നിന്ന് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകിക്കൊണ്ടാകട്ടെ. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഞാനൊരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നൽകാൻ കഴിയുന്നവർ അങ്ങനെ, അല്ല തന്റെ കയ്യിലുള്ള ഒരു സ്വർണ്ണാഭരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ഈ പുണ്യകർമ്മത്തിലേക്ക് നൽകാൻ കഴിയുന്ന സ്ത്രീകൾ അങ്ങനെ ആ രൂപത്തിൽ എങ്ങനെയെങ്കിലും ഈ നന്മകളിൽ ഒരു പങ്കാളിയായി കൊണ്ടാകട്ടെ എന്റെ ഒരു വർഷത്തിന്റെ തുടക്കം എന്ന നല്ല ചിന്തയോടുകൂടി ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളുമായിക്കൊണ്ടൊക്കെ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അധ്വാനിക്കുന്ന ആളുകൾ, വിയർപ്പൊഴുക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതിന്റെ പ്രതിഫലം ലഭിക്കുക എന്നതല്ലാതെ നമുക്കത് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാഥ, ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നാഥ അവൻ നിന്റെ അടുക്കലേക്ക് വരുമ്പോ അതിനുള്ള തക്കതായ പ്രതിഫലം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സാമ്പത്തികമായും ശാരീരികമായും മറ്റെല്ലാ നിലക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ആളുകൾക്കൊക്കെയും നീ എല്ലാ നന്മകളും ചെയ്ത് നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ പള്ളികളുടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കളും കൂട്ടുകുടുംബങ്ങളും ഭാര്യാഭർത്താക്കന്മാരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർ ഒറ്റക്കാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ നീ അവർക്ക് കൂട്ടായിട്ടുണ്ടാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ സഹായം അവർക്കുണ്ടാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, രാവിലെയും വൈകുന്നേരവും സ്വർഗം കാണിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രായാധിക്യം കൊണ്ട്, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ആശ്വാസം നൽകണമേ തമ്പുരാനെ.
കൈകൾ ഉയർത്തി നിന്നോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത്, അവരുടെ മാനസികമായ ഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. റഹ്മാനായ റബ്ബേ, ആ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമേ തമ്പുരാനെ. ദീനീ സംരംഭങ്ങളിലേക്ക്, ജമാഅത്തുകളിലേക്ക്, ജുമാകളിലേക്ക്, ദീനീ വിജ്ഞാന വേദികളിലേക്ക് കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി ഇറങ്ങി ചെല്ലുവാനും അറിവുകൾ നേടുവാനും അതിലൂടെ സംസ്കരണ ചിത്തരാകുവാനുമുള്ള സന്മനസ്സും സൗഭാഗ്യവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.